ഈ 30-ാം തീയതി നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതുപ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 96/21. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുടെ വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. അടുത്തത്, അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. അടുത്ത ചോദ്യം, 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി. ക്ഷേത്ര പ്രവേശന പരിപാടി, PM കമലാവതി. ഓപ്ഷൻ എ ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യം തന്നിരിക്കുന്നു, ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കൺസൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. ശരിയായത് 1ഉം 2ഉമാണ്. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകള്, ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ദക്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി അക്ബർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായിട്ട് പ്രതിനിധീകരിക്കുന്നത്? ഹസ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. അടുത്തത്, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ, ജർമ്മനിയിലെ കലാപം. ഹസ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. തന്നിരിക്കുന്ന ലാസ്റ്റത്തേത് ജർമ്മനിയിലെ കലാപം, ഹസ്ബർഗിന്റെ തകർച്ച, ഐക്യരാഷ്ട്രസഭ. ഇതിൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹസ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ് എന്നിവ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ദേശീയ പരമാധികാരം എന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2, സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ലെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്ന നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം
താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. മംഗലപ്പുഴയും ഇടമലയാറുമാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ. ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പഞ്ചാബ് ഹിമാലയം 2, ഇൻഡസ് ടു സത്ലജ്. കുമയോൺ ഹിമാലയം 1, സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം 4, കാളി ടു ടിസ്ത. ആസാം ഹിമാലയം ടിസ്ത ടു ബ്രഹ്മപുത്ര. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2 ആൻഡ് 3. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിറ്റോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിറ്റോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് മായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം മാത്രം. റവന്യൂ കമ്മിങ് പൂർണ്ണമായി ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. അടുത്തത്, താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടറി വിലയ്ക്ക് NNP കണക്കാക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. രൂപ 4800 കോടി. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ. അടുത്തത്, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം, അതായത് കാലക്രമ പട്ടിക ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 2, 4, 1. കാർഷിക വികസനം, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. അടുത്തത്, 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്ക് ആണ്? ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് അർഹരായത്. തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. എപിക്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെന്റിന്റെ ഒരു കാര്യം, ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ആമുഖം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഹിന്ദി. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി കോടതിക്ക് അധികാരമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറം.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് അനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം മാത്രം. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്നാൽ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം തെറ്റാണ്. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യൻ ഭരണഘടനയുടെ 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? 74ാം ഭരണഘടനാ ഭേദഗതി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് പോക്സോയെ കുറിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ജസ്റ്റിസ് KD തോമസ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? രാജസ്ഥാൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏത്? മുടിയേറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? താജ്മഹൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ ഏത്? ആദ്യത്തേത്, കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. ഇതൊരു ഇൻട്രാസെനൽ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിനാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രം. മാണിക്യഭദ്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? ആനന്ദ് നീലകണ്ഠൻ. ആരാണ് വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പണ്ഡിറ്റ് KP കറുപ്പൻ. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. ഫ്ലോർ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്. ദ്വിമാന ഗ്രാഫിക്സ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. ലോക ജലദിനം മാർച്ച് 22. 2008 IT Act 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സിറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് COVID-19 ആന്റിബോഡി പരിശോധന. ലൂയി പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. 51ാമത്തെ 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? 16. ലഘൂകരിക്കുക. ഉത്തരം ബി ആണ് ഉത്തരം. 16. 53ാമത്തേന് ഉത്തരം 20 ആണ്. 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ 3:5 എന്ന അനുപാതത്തിലാകുമെങ്കിൽ ആദ്യത്തെ സംഖ്യ 20 ആണ്. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി 9 ആണ്. 55ാമത്തേന്റെ ഉത്തരം 6 ആണ്. 56ാമത്തേന്റെ ഉത്തരം 240 ആണ്. 57, 36. 58ാമത്തേന്റെ ഉത്തരം 2.6.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 56,180 രൂപ. 60-ാമത്തേന് 396 രൂപ. 61-ാമത്തേന്റെ ഉത്തരം 63 ആണ്. 62 തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി, പുക. ഒറ്റയാനെ കണ്ടെത്തുക. 964 ആണ് ഉത്തരം. 64-ാമത്തേന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 65-ന് ആൻസർ 9 ആണ്. റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണെങ്കിൽ റാം മാധവന്റെ ആരാണ്? കൊച്ചുമകനാണ്. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നെങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം 4:50 ആണ്. ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവാണ് 210 ഡിഗ്രി. ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ച ആണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസമായിരിക്കും? ഞായറാഴ്ച. പി എന്നത് ക്യൂവിന്റെ തെക്കു ഭാഗത്തും ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ പി ആറിന്റെ ഏത് ദിശയിലായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം. തെക്ക് കിഴക്ക്. Write the synonym of again. Similar. I don't know if he is coming. Here if is used to express a doubt. The house is so dirty. I really must clean it. What is the use of the modal auxiliary? Option A ആണ് ഉത്തരം. To express obligation. He dashed a large bill at the shopping center yesterday. Ran up. He ran up a large bill at the shopping center yesterday. Dash war never solves anything. A war never solves anything. The train will arrive at the station at exactly 6:15 p.m. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off in the above sentence most appropriately? Option D ആണ് ഉത്തരം. To make someone fall down suddenly. They can't decide dash to travel north dash south. Whether or. They can't decide whether to travel north or south. I must remember to pack a holiday book. My mom says that we must pack soon. We are going on a holiday to the sea coast. I'm really looking forward to it. Rearrange the jumbled sentences in a logical manner. Option B ആണ് ഉത്തരം. 3, 2, 1, 4. We are going on a holiday to the sea coast. My mom says that we must pack soon. I must remember to pack a holiday book. I'm really looking forward to it. The ball hit me straight in the dash. I tried to thread the cotton through the dash of the needle. Choose the right word to fit both sentences. I. Great oaks from little acorns grow. What is the meaning of this proverb? All great things start small. Option B. He is a dash of the old block. He is a chip of the old block. In order to travel, you need a passport. Dash, you might need a visa, immunization, jobs, and fulfill quarantine conditions. Option A ആണ് ഉത്തരം. In addition. I have seen her dash times this year but not very often. Option C. A few. I have seen her a few times this year but not very often. When I got to the hospital, she dash sit ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു in the waiting room. Option C ആണ് ഉത്തരം. Was sitting. When I got to the hospital, she was sitting in the waiting room. I will wait until I dash him. I wait until I see him. I waited dash 9 o'clock and then went home. I waited until 9 o'clock and then went home.
You have to take an exam dash the course to pass. You have to take an exam to pass the course. My daughter is quite shy dash she is an aggressive player in the badminton court. However, my daughter is quite shy. However, she is an aggressive player in the badminton court. Identify the correct spelling. Option A COLLOQUIAL. ശരിയായ പദമേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അവധൂതൻ. ശരിയായ വാക്യമേത്? കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള ഭാഷ ഏത്? അതനുസരിച്ച്. ഒറ്റ പദം എഴുതുക. ഗുരുവിന്റെ ഭാവം. ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏത്? വമ്രേ. വിപരീത പദം എഴുതുക. രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഇലയിട്ടു ചവിട്ടുക. യാചകൻ എതിർലിംഗം എഴുതുക. യാചകി. സലിംഗ ബഹുവചനം ഏത്? മിടുക്കന്മാർ. പിരിച്ചെഴുതുക. ഇന്നി. ഇ പ്ലസ് നീ.